അങ്ങനെ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടാ. എൻ്റെ കൈമിലുണ്ട്, പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കൈമിലുണ്ട്. പിന്നെ എന്താ പറയുക, വല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇവിടുത്തെ കോർണിഷിൽ വന്നു കേട്ടോ. കോർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാട് ചുരം കയറൂലേ, അതേപോലെ ഒരു റോഡ് കയറി വന്നതാ. ടോപ്പിലെത്തി നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കാം. ലൈറ്റ് കുറവാണ്, ലൈറ്റിലെടുത്ത് പോയി നേരം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോർണിഷ്. ടോപ്പിലോട്ടോ ഇവിടെ എല്ലാം ഭയങ്കര വൃത്തിയുണ്ട്. ഇഭാഗത്തിൽ നേരത്തെ പോയ ഭാഗത്തൊന്നും വൃത്തി എന്ന് പറയാൻ സാധിക്കും. പെരുന്നാളായതുകൊണ്ട് നല്ല ആൾക്കാർ. എൻ്റെ കൂടെ ഞാനിവിടെ പറഞ്ഞാൽ حسين هذه كورنيش؟ لا ده كورنيش مقطم جبل فوق. هذه جبل فوق. جبل مقطم. جبل مقطم എന്ന് പറയുന്ന സ്ഥലം. സോറി ഗൈസ്, എന്നോട് തെറ്റിപ്പോയതാ. കോർണിഷ് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്ന പറഞ്ഞു. അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ ഗബൽ മുഅത്തം. ഇത് ഗബൽ മുഅത്തം, അതായത് പർവ്വതം മുഅത്തം എന്നുള്ള പേരിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ കയറിയ യൂട്യൂബ്. അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മള് ഇവിടുത്തെ വ്യൂസ് എല്ലാം ഒന്ന് കാണുന്നു. അടിപൊളി വ്യൂസ് ആട്ടോ, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്. രാത്രി ഞാൻ പറഞ്ഞില്ല, രാത്രി ആയി കഴിഞ്ഞിട്ട് നല്ല തണുപ്പ്. അവിടെ നല്ല തണുപ്പ്. ഗബൽ മുഅത്തം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഗബൽ മുഅത്തം. ഗബൽ മുഅത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർവ്വതം. ആ പർവ്വതത്തിന്റെ പേരാണ് ഗബൽ. പർവ്വതത്തിന്റെ പേരാണ് മുഅത്തം. യാല്ല കോർണിഷ്. അപ്പോൾ എന്നെ കോർണിഷിലേക്ക് കൊണ്ടുപോകാൻ ഗൈസ്. അപ്പോൾ കോർണിഷിന്റെ വ്യൂസ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. നല്ല വിശപ്പുണ്ട് കേട്ടോ, നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ്. എന്തെങ്കിലും വാങ്ങി കഴിക്കട്ടെ, ഐസ്ക്രീമോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കട്ടെ. തണുത്ത എന്തെങ്കിലും വയറ്റിലേക്ക് കയറി കഴിഞ്ഞാലാണ് ശരിയാവും. ഈ കാണുന്നുണ്ടല്ലോ കെയറോ കേട്ടോ, കെയറോ. പക്ഷെ എനിക്ക് ബസ് എടുക്കാൻ കഴിയില്ല. നമ്മളിത് മരന്റെ മുകളിൽ താഴോട്ടേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കമ്പനിക്കാരായിട്ട് മെസ്സേജ് അയച്ചു. ദൂരെ കാണുന്നുണ്ട് ഒരു പള്ളി. ആ പള്ളിന്റെ ലൈറ്റ് കേട്ടോ, എന്തല്ലേ ഞാൻ ലൈറ്റ് അപ്രിസിയേറ്റ് കാണിച്ചത്. തെള്ളങ്ങി നിൽക്കുക പള്ളി. ഇത് രസമല്ലേ കാണാൻ. സോറി ഗൈസ്, പറ്റുന്നത്ര ഞങ്ങൾ കാണിച്ചു. അങ്ങനെ കണ്ടോ, ഭയങ്കര വ്യൂസ് ഉണ്ട്. ഫോൺ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതി നേരത്തെ കണ്ണോണ്ട് കണ്ടതിന് അതിൻ്റെ ഭംഗിയാണല്ലോ. അങ്ങനെ ചിലതൊക്കെ കണ്ണോണ്ട് ചെയ്യുന്നില്ല, ഫോണൊന്നും അത്ര ക്ലിയർ. ഇവിടെയാണ് കേട്ടോ നമ്മൾ തിരുവാനുള്ള നാഷണൽ മ്യൂസിയം. ചരിത്രത്തിലുള്ള ഫുള്ള് ഇത് കഫയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ കോർണിഷിലെത്തിയിരിക്കുന്നുണ്ട് ഗൈസ്. എന്ത് രസം അറിയാം. ഇങ്ങനെ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാനും ഹുസൈനും കോർണിഷിലൂടെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അറബിയിലായിരുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, വലിയ ഹോട്ടലാണ്. നിറച്ച ആൾക്കാർ കേട്ടോ.
ഞാൻ വേറൊരു കാഴ്ച കാണിച്ചത് ഏതാ പൊളി കാഴ്ച. സ്വർഗം എന്നൊന്നും പറയില്ലേ, ചിലയിടങ്ങളിൽ സ്വർഗം, ചിലയിടങ്ങളിൽ നരകം. എന്തല്ലേ പൊളി ഫോട്ടോ നോക്കി. പൊളി വൈബ്. ഒരു വണ്ടി എത്ര 3 ആള് സിറ്റി കൂടുതൽ. ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട. ഹെൽമെറ്റൊന്നും ആവശ്യമില്ല ഇപ്പം. ഓക്കെ ടാക്സി ഉണ്ടോ? Afrika. Order जा, आज का order जा. ये होटल लेके പോകുന്ന വഴിയാട്ടാ. നാഷണൽ ബാങ്ക് ഓഫ് ഈജിപ്ത് കേട്ടാ. ഹോട്ടലല്ലേ, ബാങ്കാ, നാഷണൽ ബാങ്ക് ഈജിപ്തിൻ്റെ. കുതിര വണ്ടിയിലെല്ലാം പാട്ടെല്ലാം വെച്ചിട്ട് ഏതായിരിക്കും വൈബല്ലേ. കുതിര വണ്ടിയുടെ ഫോട്ടോ ഒക്കെ ഇതിലായിരുന്നില്ല. രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണോ നാട്ടിലെല്ലാം ആണെങ്കിൽ നല്ല രസമുണ്ടോ, സുഖമായിരിക്കില്ല. ഇവിടെ എനിക്ക് ആൾക്കാരെല്ലാം കിട്ടാം. ഓ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഞാൻ കോർണിഷെല്ലാം കണ്ട് നമ്മളെ വണ്ടി വന്ന് നമുക്ക് വണ്ടി കയറിയിട്ട് നേരെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, ഒന്നുകൂടി കാണാമല്ലേ, ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചാൽ. ഹുസൈൻ 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 സ്ഥന 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 ഒന്നും കൂടി കാണാല്ലേ. വേണ്ട, എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല സത്യം പറഞ്ഞിട്ട്. എന്തിനാ പാട്ടിലും പാടിച്ച് പോട്ട് പോയി. ഫോട്ടോ നോക്കി എന്ത് രസമല്ലേ. നമുക്ക് കുറച്ച് 2-3 പാൻറ്റും
2-3 ടീഷർട്ടും പർച്ചേസ് ചെയ്യാം. ഇതാണ് നമ്മളെ മഹല് ഹൈ ഹൗസ്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് സാധനം 70% എല്ലാം കാണിക്കുന്നത്. അങ്ങനെ ഞാനിത് എടുത്തിക്കണ്ട, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. كويس؟ كويس. أحسن؟ أحسن. نايس؟ 100. ഇതെങ്ങനെയുണ്ട്? എങ്ങനെ എടുക്കും? അപ്പോൾ പോയിരുന്ന ആകെ ഒരു ഷർട്ട് എടുത്ത് ഓളെ പേരെന്താ? ഇനി അനിയനൊരു ട്രാക്ക് പാൻറ്റും 2 ടീഷർട്ടും വേറൊരു ഷോപ്പിൽ വന്നാ ഒന്ന് നോക്കാം നമുക്ക്. ആകെ തളർന്ന് പണ്ടാറടങ്ങിയ സമയം ഇപ്പം 10 മണി. പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, യമനി മന്തി. നമുക്ക് യമനി മന്തി അടിക്കാം കേട്ടോ. യമനി നമ്മുടെ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി ബിരിയാണി മാറ്റി മാറി. ഞങ്ങളങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നമുക്ക് അവിടെ സൂപ്പ് വന്ന് നല്ല ആട്ടൻ സൂപ്പ് കിട്ടിയത്. ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒന്ന് കുടിച്ച് നോക്കട്ടെ. നമുക്ക് നമ്മൾ സാധനം കിട്ടട്ടോ. നമ്മൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് റൈസും കൊണ്ടുവന്നു. ഞാൻ റൈസും മട്ടനും, എൻ്റെ കൂടെയുള്ള ആൾക്കാർ റൈസും. كيفك حسين؟ تمام تمام. كيف حمدي؟ حبيبي. നമുക്ക് കഴിച്ചോളാം. ഓക്കെ, നമുക്ക് കുനാഫയും കൂടി അടിച്ചിട്ട് മെല്ലെ ഇവിടെ നിന്ന് കേട്ടോ. പച്ചവടം കുനാഫ അങ്ങനെ ഗായ്സ് നമ്മൾ നല്ല യമനി മന്തി അടിച്ച് ഇവിടുന്ന് പോവാട്ടോ. അപ്പോൾ നമ്മളോട് സഹകരിച്ച യമനി മന്തിക്കും യമനി പ്രസിഡന്റിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലും അതുപോലെ ഹുസൈൻ്റെ പേരിലും ഹംദിയുടെ പേരിലും നമ്മൾ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. ഷൂവിൻ്റെ റേറ്റ് ഉണ്ടോ? 350 350 35 റിയാൽ. 400 40 റിയാൽ 47 റിയാൽ റേറ്റിലൊക്കെയാണ് സാധനം തരുന്നത്. 330 റിയാൽ. വളരെ ചീപ്പല്ലേ? 53 റിയാൽ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമല്ലേ? 400 റിയാൽ എനിക്കുണ്ട്. എടുത്താലോ? ഹംദി 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 അങ്ങനെ അവിടുന്ന് ഷൂവും വാങ്ങി നേരെ എൻ്റെ റൂമിലേക്ക് വെക്കായിരുന്നില്ല. സമയം 12 മണി. 8 മണിക്കൂറോളം പുറത്ത് ടയർഡായി. ഇനി എങ്ങനെയെങ്കിലും റൂമിലേക്ക് എത്തിയിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് എണീക്കണം. പോകണ്ടല്ലേ? അപ്പോൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലെത്തി. ഭയങ്കര ടയർഡാട്ടോ, നല്ല ടയർഡാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങി എണീക്കണം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. രാവിലെ ഉറങ്ങി എണീച്ചിട്ട് പാക്ക് ചെയ്യാം. പിന്നെ എന്താ പറയണ്ടേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. പിന്നെ വേറൊരു കാര്യം പറയണ്ടേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പോരായ്മകളെല്ലാം പറഞ്ഞറിയിക്കുക.
അങ്ങനെയല്ലേ തുടങ്ങിക്കലുള്ളൂ. അപ്പോൾ ഓക്കെ എന്നാൽ പോട്ടെ, കിടക്കട്ടെ, ബൈ.